നമസ്കാരം. ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഉന്നത പ്രതിഭാഗത്തുള്ള കേസ്. ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന വലിയ അഭിഭാഷകരെ വെച്ചാണ് അവർ വാദിച്ചത്. എന്നിട്ടും ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജയിച്ചു, അതും 30 വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിലൂടെ. മറ്റാർക്കുമല്ല, നടി സുകന്യയ്ക്കാണ് 30 വർഷത്തിന് ശേഷം നീതി ലഭിച്ചിരിക്കുന്നത്. എന്തായിരുന്നു 30 വർഷത്തെ നിയമ പോരാട്ടത്തിന് കാരണമായ ആ കേസ്? പരിശോധിക്കാം ഇന്നത്തെ ന്യൂസ് ഇൻ ഡെപ്തിലൂടെ. കാട്ടുകള്ളൻ വീരപ്പന്റെ അഭിമുഖവുമായി ബന്ധപ്പെട്ട മാനനഷ്ട കേസിൽ തെന്നിന്ത്യൻ താരം സുകന്യയ്ക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് സൺ ടിവിയുടെ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. 1996 ഏപ്രിലിൽ സംപ്രേഷണം ചെയ്ത അഭിമുഖവുമായി ബന്ധപ്പെട്ട നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് നടിക്ക് അനുകൂലമായ വിധി വന്നിരിക്കുന്നത്. സുകന്യയ്ക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനുള്ള 2015 വിചാരണ കോടതി വിധി ജസ്റ്റിസ് കെ കുമരേഷ് ബാബു ശരിവെക്കുകയായിരുന്നു. വിചാരണ കോടതി വിധിക്കെതിരെ സൺ ടി വി നെറ്റ്വർക്ക് സമർപ്പിച്ച അപ്പീൽ കോടതി തള്ളി. 1996 ഏപ്രിൽ 17 കേസിനാസ്പദമായ സംഭവം നടന്നത്. നക്കീരൻ മാസികയുടെ എഡിറ്റർ ആർ ഗോപാൽ കുപ്രസിദ്ധ വനം കൊള്ളക്കാരൻ വീരപ്പനുമായി നടത്തിയ അഭിമുഖം സൺ ടി വിയിലെ നേരുക്കുനേർ എന്ന പരിപാടിയിലൂടെ സംപ്രേഷണം ചെയ്യുകയായിരുന്നു. അഭിമുഖത്തിൽ സുകന്യയ്ക്ക് അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിൻ്റെ മകനുമായി അവിഹിത ബന്ധമുണ്ടെന്നും ഇത് വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ടെന്നും വീരപ്പൻ ആരോപിച്ചു. ഈ അടിസ്ഥാനരഹിതമായ ആരോപണം തൻ്റെ സൽപ്പേരിനെയും തൊഴിലിനെയും വ്യക്തിജീവിതത്തെയും ബാധിച്ചുവെന്നും കടുത്ത മാനസികാഘാതമുണ്ടാക്കിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് സുകന്യ കോടതിയെ സമീപിച്ചത്. കേസിൻ്റെ വിധി വന്നതോടെ സുകന്യ എന്ന നടിയെ എല്ലാവരും പുകഴ്ത്തുകയാണ്. അവർ ഏറ്റുമുട്ടിയത് ഫലത്തിൽ കരുണാനിധി കുടുംബത്തോടും മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിനോടുമാണ്. സൺ TV നെറ്റ്വർക്കിൻ്റെ സ്ഥാപകനും ചെയർമാനും തമിഴ്നാട്ടിലെ പ്രമുഖ വ്യവസായിയായ കലാനിധി മാരനാണ്. ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ് മുൻ കേന്ദ്രമന്ത്രിയും DMK MP ദയാനിധി മാരൻ. അന്തരിച്ച DMK നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ M കരുണാനിധിയുടെ സഹോദരി പുത്രനായിരുന്നു മുരശ്ശേരി മാരൻ. ഈ മുരശ്ശേരി മാരൻ്റെ മക്കളാണ് കലാനിധി മാരനും ദയാനിധി മാരനും. അതായത് കരുണാനിധിയുടെ മകനായ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ കസിൻസാണ് മാരൻ സഹോദരന്മാർ. 2025 കലാനിധി മാരനും ദയാനിധി മാരനും തമ്മിൽ സൺ ടിവിയുടെ ഓഹരികളെ ചൊല്ലി വലിയ നിയമയുദ്ധമുണ്ടായപ്പോൾ സ്റ്റാലിൻ ഇടപെട്ടാണ് ഒത്തുതീർപ്പാക്കിയത്. മാത്രമല്ല, തമിഴ് സിനിമാ ലോകത്തെയും ടെലിവിഷൻ മേഖലയും മൊത്തം നിയന്ത്രിക്കുന്നത് കരുണാനിധി കുടുംബമാണ്. ഇവരോട് ഏറ്റുമുട്ടി ഒരു കേസ് ജയിക്കുക എന്നാൽ അസാധ്യമായ ആത്മധൈര്യമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. കേസ് പിൻവലിക്കാനും വൻ തുക കൊടുത്ത് ഒത്തുതീർക്കാനും പലതവണ ശ്രമം നടന്നു. അവർ വഴങ്ങിയില്ല. സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ അപവാദം പറഞ്ഞു പരത്തുന്ന സകല മാധ്യമങ്ങൾക്കുമെതിരെ ഒരു താക്കീതാവണം ഈ വിധി എന്ന നിലയിലാണ് സുകന്യ പ്രവർത്തിച്ചത്. വിധി വന്നതോടെ തമിഴക ഫെമിനിസ്റ്റ് സംഘടനകൾ പെൺപുലിയായ സുകന്യ ഉയർത്തിക്കാട്ടുകയാണ്. പക്ഷേ അവരാകട്ടെ ഒന്നിനോടും പ്രതികരിക്കാതെ മാറി നിൽക്കുകയാണ്. തൊണ്ണൂറ്റിയാറിൽ സൺ ടിവിയിലെ നേരുക്കുനേർ എന്ന പരിപാടിയിലൂടെ പുറത്തുവിട്ട അഭിമുഖത്തിൽ വീരപ്പൻ ഉന്നയിച്ചത് വെറും ഒരു ഗോസിപ്പ് ആയിരുന്നില്ല, മറിച്ച് തമിഴ്നാട് രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച വലിയൊരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമായിരുന്നു. നടി സുകന്യയും അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിൻ്റെ മകനും തമ്മിലുള്ള ബന്ധത്തെ വീരപ്പൻ തമിഴ്നാട്ടിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധിപ്പിച്ചാണ് സംസാരിച്ചത്. നടി സുകന്യയും നരസിംഹറാവുവിൻ്റെ മകനും തമ്മിലുള്ള സ്വകാര്യ ദൃശ്യങ്ങളടങ്ങിയ കാസറ്റ് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ കൈവശം എത്തിപ്പെട്ടിരുന്നുവെന്ന് വീരപ്പൻ ഈ അഭിമുഖത്തിൽ ആരോപിച്ചിരുന്നു. 1996 പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഈ വീഡിയോ കാസറ്റ് കാണിച്ച് ജയലളിത അന്നത്തെ പ്രധാനമന്ത്രിയായ PV നരസിംഹറാവുവിനെ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നായിരുന്നു വീരപ്പൻ്റെ വാദം. ഈ ഒരു സമ്മർദ്ദ തന്ത്രത്തിലൂടെയാണ് കോൺഗ്രസ് പാർട്ടിയെ AIDMKയുമായി രാഷ്ട്രീയ സഖ്യത്തിൽ ഏർപ്പെടാൻ ജയലളിത നിർബന്ധിതയാക്കിയത് എന്ന് വീരപ്പൻ പറയുന്നു. തമിഴ്നാട് ഭരണകൂടത്തെയും മുഖ്യമന്ത്രിയും അപകീർത്തിപ്പെടുത്താനും ഡൽഹിയിലെ രാഷ്ട്രീയ ഭരണകേന്ദ്രങ്ങളെ സമ്മർദ്ദത്തിലാക്കാനും വേണ്ടി വീരപ്പൻ മെനഞ്ഞുണ്ടാക്കിയ ഒരു കഥയായിരുന്നു ഇത്. എന്നാൽ തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സുകന്യ എന്ന നടിയുടെ പേര് കാട്ടുകള്ളൻ ഇരയാക്കിയായിരുന്നു. ഈ സുദീർഘമായ അഭിമുഖത്തിൽ തമിഴ്നാട് രാഷ്ട്രീയത്തെയും പോലീസിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന ഒട്ടനവധി ആരോപണങ്ങൾ വീരപ്പൻ ഉന്നയിച്ചിരുന്നു. തമിഴ്നാട് ഭരിച്ചിരുന്ന AIDMK സർക്കാർ തനിക്കെതിരെ വലിയ തോതിൽ പോലീസ് സന്നാഹം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവരിൽ ചിലർ തന്നെയാണ് തന്നെക്കൊണ്ട് ചന്ദനമരങ്ങൾ മുറിപ്പിച്ച് കടത്തുന്നതെന്നായിരുന്നു വീരപ്പൻ അന്നൊരിക്കൽ ആരോപിച്ചത്. കാട്ടുപ്രദേശങ്ങളിലെ ആദിവാസികളെയും ഗ്രാമീണരെയും തന്നെ പിടികൂടാനെന്ന പേരിൽ തമിഴ്നാട് കർണാടക പോലീസ് ക്രൂരമായി പീഡിപ്പിക്കുന്നുണ്ടെന്നും ജനങ്ങൾ തന്നോടൊപ്പമാണെന്നും വീരപ്പൻ അതിൽ അവകാശപ്പെട്ടു. താനൊരു കുറ്റവാളിയല്ലെന്നും വ്യവസ്ഥിതി തനിക്കെതിരെ തിരിഞ്ഞതുകൊണ്ടാണ് താൻ ആയുധമെടുത്തതെന്നും വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളും വീരപ്പൻ നടത്തി. ഭരണകൂടം മാപ്പ് നൽകുകയാണെങ്കിൽ കീഴടങ്ങാൻ തയ്യാറാണെന്ന സൂചനകളും അയാൾ നൽകിയിരുന്നു. ഈ വൻ രാഷ്ട്രീയ വിവാദങ്ങൾ അടങ്ങിയ അഭിമുഖം ചാനൽ റേറ്റിംഗ് കൂട്ടാൻ സഹായിക്കുമെന്നതിനാൽ സൺ TV ഇത് എഡിറ്റ് ചെയ്യാതെ അതേപടി സംപ്രേഷണം ചെയ്യുകയായിരുന്നു. അന്ന് കത്തി നിൽക്കുന്ന ഒരു നടിയുടെ പേര് പറയുക എന്നതിനാലാണ് വീരപ്പൻ സുകന്യ വിവാദത്തിലേക്ക് വലിച്ചിഴച്ചത്. ഈ വീരപ്പനുമായോ നരസിംഹറാവുവിൻ്റെ മകനുമായോ യാതൊരു ബന്ധവുമില്ലെന്നും ഒരിക്കൽ പോലും നേരിട്ട് കാണുകയോ ഫോണിൽ പോലും ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ലെന്നുമാണ് അവർ പറയുന്നത്. ഈ വിവാദത്തിൽപ്പെട്ടത് PV നരസിംഹറാവുവിൻ്റെ ഏത് മകനാണെന്ന് പോലും തെളിയിക്കാനായില്ല. കേസിലുടനീളം മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിൻ്റെ മകൻ എന്ന് മാത്രമാണ് പൊതുവായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. റാവുവിന് PV രംഗറാവു,
PV രാജേശ്വർ റാവു, PV പ്രഭാകർ റാവു എന്നിങ്ങനെ 3 പുത്രന്മാരാണുള്ളത്. എന്നാൽ ഇതിൽ ആരുടെ പേരും ഈ വിവാദവുമായി ബന്ധപ്പെട്ട വിധിപ്പകർപ്പുകളിൽ ഔദ്യോഗികമായി പരാമർശിക്കപ്പെട്ടിട്ടില്ല. അവരാരും സിനിമയുമായി ഒരു രീതിയിലും ബന്ധപ്പെട്ടവർ ആയിരുന്നില്ല. പക്ഷേ വീരപ്പൻ്റെ അന്ത്യം കുറിച്ചതും ഈ അഭിമുഖമായിരുന്നു. ഇതോടെയാണ് കാട്ടുകള്ളനെ എന്ത് വില കൊടുത്തും തീർക്കുമെന്ന് ജയലളിത പ്രതിജ്ഞയെടുത്തത്. മദ്രാസ് ഹൈക്കോടതിയുടെ വിധി വന്നതിന് പിന്നാലെ തമിഴക മാധ്യമങ്ങൾ നടി സുകന്യയ്ക്ക് പിന്നാലെ ഓടിയെങ്കിലും അവർ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഈ സുദീർഘമായ നിയമ പോരാട്ടത്തിലുടനീളം താൻ നേരിട്ട കടുത്ത മാനസിക വിഷമങ്ങളും ചാനലിൻ്റെ വീഴ്ചയും അവർ കോടതിക്ക് മുന്നിൽ കൃത്യമായി ബോധിപ്പിച്ചിരുന്നു. കരിയറിൻ്റെ ഏറ്റവും മികച്ച സമയത്തുണ്ടായ ഈ വിവാദം ചലച്ചിത്ര രംഗത്തെ തൻ്റെ മികച്ച തൊഴിലവസരങ്ങളെ ദോഷകരമായി ബാധിച്ചുവെന്നും കടുത്ത മാനസിക സമ്മർദ്ദത്തിന് കാരണമായെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനും സ്ത്രീ എന്ന നിലയിലുള്ള അന്തസ്സ് വീണ്ടെടുക്കാനും വേണ്ടി മാത്രമാണ് 30 വർഷത്തോളം നീണ്ട ആ കഠിനമായ നിയമ പോരാട്ടത്തിൽ അവർ ഉറച്ചു നിന്നത്. ആരംഭത്തിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് അത് 10,500,000 രൂപയായി ചുരുക്കി കേസ് തുടരുകയായിരുന്നു. തനിക്കുണ്ടായ വ്യക്തിപരമായ നഷ്ടങ്ങൾക്ക് മുന്നിൽ ഈ തുക ചെറുതാണെങ്കിലും തൻ്റെ ഭാഗം സത്യമാണെന്ന് തെളിയിക്കാനും ചാനലിൻ്റെ മൗനാനുവാദത്തോടെ നടന്ന വ്യാജ പ്രചാരണത്തിന് നിയമപരമായ തിരിച്ചടി നൽകാനും കഴിഞ്ഞത് സുകന്യയുടെ വലിയ വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. തമിഴ്, മലയാളം, തെലുങ്കു ഭാഷകളിൽ 1990കളിൽ സജീവമായിരുന്ന സുകന്യ കിടയറ്റ ഭരതനാട്യ നർത്തകി കൂടിയാണ്. ചെന്നൈയിലാണ് അവർ ജനിച്ചതും വളർന്നതും. ചെറുപ്പം മുതൽക്കേ ഭരതനാട്യം ശാസ്ത്രീയമായി അഭ്യസിച്ചിരുന്നു. ചെന്നൈയിലെ പ്രശസ്തമായ കലാക്ഷേത്രയിലാണ് അവർ നൃത്തം പഠിച്ചത്. മികച്ച നർത്തകി എന്ന നിലയിലാണ് അവർ ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത്. 1991 ഭാരതരാജ സംവിധാനം ചെയ്ത പുതുനെല്ല് പുതുനാത്ത് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് സുകന്യ സിനിമാ ലോകത്തേക്ക് എത്തുന്നത്. ചിന്ന ഗൗണ്ടർ, വാൾട്ടർ വെറ്റിവേൽ, മഹാനദി, ഇന്ത്യൻ തുടങ്ങിയ വൻ വിജയ ചിത്രങ്ങളിലൂടെ അവർ തമിഴിലെ മുൻനിര നായികയായി മാറി. സുകന്യ മലയാള സിനിമയിലും വളരെ സജീവമായിരുന്നു. സാഗരം സാക്ഷി എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പമുള്ള അവരുടെ പ്രകടനം ഗംഭീരമായിരുന്നു. തൂവൽ കൊട്ടാരം എന്ന സിനിമയിലും ജയറാം, മഞ്ജു വാര്യർ എന്നിവർക്കൊപ്പം ശ്രദ്ധേയമായ വേഷം അവർ കൈകാര്യം ചെയ്തിരുന്നു. ചന്ദ്രലേഖ മോഹൻലാലിനെ നായികയായി അഭിനയിച്ച ചന്ദ്ര എന്ന കഥാപാത്രം വലിയ ഹിറ്റായിരുന്നു. രക്തസാക്ഷികൾ സിന്ദാബാദ്, ഉഡയോൻ, ഇന്നത്തെ ചിന്താവിഷയം, ആമയും മുയിലും തുടങ്ങിയ ചിത്രങ്ങളിലും അവർ അഭിനയിച്ചു. ഇപ്പോൾ സിനിമകളിൽ പൂർണ്ണമായി സജീവമല്ലെങ്കിലും സുകന്യ തൻ്റെ ആദ്യ പ്രണയമായ ഭരതനാട്യത്തിൽ വ്യാപൃതയാണ്. സ്റ്റേജ് ഷോകളും നൃത്തപരിപാടികളും അവതരിപ്പിക്കാറുണ്ട്. ഒരു നല്ല ഗായിക കൂടിയാണ് അവർ. 2 ഭക്തിഗാന ആൽബങ്ങൾ അവർ കമ്പോസ് ചെയ്യുകയും പാടുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്, തെലുങ്ക് സിനിമാ സീരിയലുകളിൽ വേഷമിടാറുണ്ട്. 2002 ശ്രീധരൻ രാജഗോപാലൻ എന്ന വ്യക്തിയുമായി വിവാഹം നടന്നെങ്കിലും 2003 ഇവർ വിവാഹമോചിതരായി. നിലവിലുള്ള വിവാദങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് അവർ ചെന്നൈയിലാണ് താമസിക്കുന്നത്. ഈ കേസ് ചർച്ചയായതോടെ ഒരിക്കൽ കൂടി പൊളിയുന്നത് കാട്ടുകള്ളൻ വീരപ്പൻ്റെ റോബിൻഹുഡ് ഇമേജാണ്. ഈയിടെയും ചിലർ പാവങ്ങളുടെ രക്ഷകനാക്കി പ്രചാരണം നടത്തിയിരുന്നു. ഇതിനൊക്കെയുള്ള കനത്ത തിരിച്ചടിയായി ഈ കേസ് മാറി. വീരപ്പന് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. അതിന് ഇമേജ് ബൂസ്റ്റിങ്ങിന് വേണ്ടിയാണ് ഇതുപോലെയുള്ള അഭിമുഖം നടത്തിയത്. തൻ്റെ മേലുള്ള കാട്ടുകൊള്ളക്കാരൻ, കൊലയാളി എന്നിങ്ങനെയുള്ള പ്രതിച്ഛായ മാറ്റി ഒരു രാഷ്ട്രീയ നേതാവോ തമിഴ് ജനതയുടെ രക്ഷകനോ ആയി സ്വയം അടയാളപ്പെടുത്താൻ അയാൾ ആഗ്രഹിച്ചിരുന്നു. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും സർക്കാരുകൾക്ക് മുന്നിൽ രാഷ്ട്രീയ നിബന്ധനകളോടെ കീഴടങ്ങാനാണ് വീരപ്പൻ ശ്രമിച്ചത്. തനിക്ക് പൊതുമാപ്പ് നൽകി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് അയാൾ ആവശ്യപ്പെട്ടിരുന്നു. കന്നഡ നടൻ രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയപ്പോൾ വിട്ടയക്കാൻ വീരപ്പൻ ആവശ്യപ്പെട്ടത് കാവേരി നദീജല തർക്കം പരിഹരിക്കുക, തമിഴ് ഭാഷയ്ക്ക് അർഹമായ പ്രാധാന്യം നൽകുക തുടങ്ങിയ രാഷ്ട്രീയ സ്വഭാവമുള്ള ആവശ്യങ്ങൾ കൂടിയാണ്. സാധാരണക്കാരെയും ആദിവാസികളെ സഹായിക്കുന്ന റോബിൻഹുഡ് പ്രതിച്ഛായ നിർമ്മിക്കാൻ വീരപ്പൻ ആഗ്രഹിച്ചു. പോലീസിനും ഭരണകൂടത്തിനുമെതിരെ സംസാരിക്കുന്നതിലൂടെ ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ പിന്തുണ നേടാമെന്ന് ഈ കാട്ടുകള്ളൻ കരുതി. ഡൽഹിയിലെയും തമിഴ്നാട്ടിലെയും വൻകിട രാഷ്ട്രീയക്കാരുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാനും അവരെ സമ്മർദ്ദത്തിലാക്കാനും വീരപ്പൻ ശ്രമിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ മകനും നടിയുമായി ബന്ധപ്പെടുത്തി നടത്തിയ അടിസ്ഥാനരഹിതമായ ഈ ആരോപണങ്ങൾ ഇതിൻ്റെ ഭാഗമായിരുന്നു. സൺ ടിവിയും നക്കീരൻ മാസികയും ഈ അഭിമുഖത്തിന് വലിയ വാർത്താ പ്രാധാന്യം നൽകിയപ്പോൾ വീരപ്പൻ്റെ ഈ ഇമേജ് ബൂസ്റ്റിംഗ് ലക്ഷ്യം ഒരു പരിധിവരെ വിജയിച്ചു. സുകന്യ ഈ തിരിച്ചറിവോടുകൂടി മുൻനിർത്തിയാണ് കേസിന് പോയതും. തമിഴ്നാട്, കർണാടക, കേരളം എന്നീ 3 സംസ്ഥാനങ്ങളിലെ കാടുകളിൽ 3 പതിറ്റാണ്ടിലേറെ ഭീതി പടർത്തിയ 184ഓളം ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന ഔദ്യോഗിക കണക്കുകളുള്ള ഒരു ഭീകര ക്രിമിനലിനെയാണ് ഇതുപോലെ വെള്ളപൂശുന്നത് എന്നോർക്കണം. വീരപ്പൻ സംഘം കൊന്നവരിൽ പകുതിയോളം പേർ CI, SI റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഗാർഡുകളുമായിരുന്നു. ബാക്കി ഭൂരിഭാഗവും പോലീസിന് വിവരം നൽകുന്ന ഒറ്റുകാരാണെന്ന് ആരോപിച്ച് കൊലപ്പെടുത്തിയവരാണ്. ഇവർ സാധാരണക്കാരായ ഗ്രാമീണരും ആദിവാസികളുമായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ ചർച്ചയ്ക്കെന്ന് പറഞ്ഞ് കാട്ടിലേക്ക് വിളിച്ചു വരുത്തി വെടിവെച്ചും ലാൻഡ് മൈനുകൾ ഉപയോഗിച്ച് വണ്ടികൾ തകർത്തും അയാൾ ക്രൂരമായി കൊലപ്പെടുത്തി. സിനിമാ കഥകളെ വെല്ലുന്ന ആനവേട്ടയാണ് വീരപ്പൻ നടത്തിയത്. ദക്ഷിണേന്ത്യൻ കാടുകളിൽ നിന്നുമായി ഏകദേശം 500 മുതൽ 2000 വരെ ആനകളെ അയാൾ കൊമ്പുകൾക്കായി കൊന്നൊടുക്കിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആനക്കൊമ്പുകൾ മാത്രം കടത്തി 16 കോടിയോളം രൂപ ഇയാൾ സമ്പാദിച്ചു. കാടുകളിലെ ചന്ദനമരങ്ങൾ നിയമവിരുദ്ധമായി വെട്ടിമുറിച്ച് കടത്തുന്നതായിരുന്നു വീരപ്പൻ്റെ പ്രധാന വരുമാന മാർഗം. ഏകദേശം 65 ടണ്ണിലധികം ചന്ദനമുട്ടികളാണ് അയാൾ കാട്ടിൽ നിന്ന് കടത്തിയത്. ഇതിലൂടെ ഏകദേശം 143 കോടിയോളം രൂപ അന്ന് അയാൾ സമ്പാദിച്ചതായി കണക്കാക്കപ്പെടുന്നു.
പണം ആവശ്യപ്പെട്ടും തനിക്ക് പൊതുമാപ്പ് നൽകാൻ സർക്കാരുകളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും വീരപ്പൻ പ്രമുഖരെ തട്ടിക്കൊണ്ടുപോയി. 2000-ൽ കന്നഡ സിനിമാ ലോകത്തെ ഇതിഹാസ താരം രാജ്കുമാറിനെ കാട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി 108 ദിവസമാണ് വീരപ്പൻ തടങ്കലിൽ വെച്ചത്. പിന്നീട് കോടികൾ മോചനദ്രവ്യം വാങ്ങിയ ശേഷമാണ് അദ്ദേഹത്തെ വിട്ടയച്ചത്. 2002-ൽ മുൻ കർണാടക മന്ത്രിയായിരുന്ന എച്ച് നാഗപ്പയെ തട്ടിക്കൊണ്ടുപോയെങ്കിലും ആവശ്യങ്ങൾ നടക്കാതെ വന്നതോടെ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു. വർഷങ്ങളോളം പോലീസിനെ വെട്ടിച്ച് കാട്ടിൽ കഴിഞ്ഞ വീരപ്പനെ ഒടുവിൽ 2004 ഒക്ടോബർ 18-ന് തമിഴ്നാട് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ചീഫ് കെ വിജയകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ ഓപ്പറേഷൻ കൊക്കൂൺ എന്ന ദൗത്യത്തിലൂടെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. വീരപ്പൻ ഇല്ലാതായിട്ടും സുകന്യ കേസിൽ നിന്ന് പിന്മാറിയില്ല. ഈ വ്യാജ വാർത്ത സംരക്ഷണം ചെയ്തവർക്കും അതിന്റെ തുല്യ ഉത്തരവാദിത്തമുണ്ടെന്നായിരുന്നു അവരുടെ അവകാശവാദം. കപ്പട മീശയുള്ള നക്കീരൻ ഗോപാൽ എന്ന മാധ്യമപ്രവർത്തകനും 90-കളിൽ ഇന്ത്യ മാത്രമല്ല ലോകമെമ്പാടുമുള്ള പത്രങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. അന്ന് അയാൾക്ക് വീരപ്പനുമായി ചർച്ച നടത്തി നിരപരാധികളെ രക്ഷിച്ചെടുക്കുന്ന ഒരു മീഡിയേറ്ററുടെ റോളായിരുന്നു. പക്ഷേ പിന്നീട് അയാൾ വീരപ്പൻ്റെ ബിനാമി എന്ന പേരിൽ വിമർശിക്കപ്പെട്ടു. ഇവർ തമ്മിൽ ഒത്തുകളിക്കുകയാണെന്നും വീരപ്പൻ്റെ ഒളിവ് ജീവിതത്തിന് ഗോപാൽ സഹായിയായി പ്രവർത്തിക്കുന്നുവെന്നും തമിഴ്നാട് കർണാടക പോലീസും രാഷ്ട്രീയ എതിരാളികളും ആരോപിച്ചിരുന്നു. വീരപ്പൻ ഒളിവിലിരുന്ന കാടുകളിലേക്ക് പോലീസിന് പോലും കടന്നു ചെല്ലാൻ കഴിയാതിരുന്നപ്പോൾ നക്കീരൻ സംഘത്തിന് കൃത്യമായി അവിടെ എത്തിയ അഭിമുഖങ്ങൾ ചിത്രീകരിക്കാൻ കഴിഞ്ഞത് സംശയങ്ങൾക്ക് വഴിവെച്ചു. 2000-ൽ നടൻ രാജ്കുമാറിനെ വീരപ്പൻ തട്ടിക്കൊണ്ടുപോയപ്പോൾ തമിഴ്നാട് കർണാടക സർക്കാരുകൾ ഔദ്യോഗിക ദൂതനായി അയച്ചത് നക്കീരൻ ഗോപാലിനെയായിരുന്നു. എന്നാൽ ഈ സംഭവത്തിന് പിന്നാലെ ഇവർ തമ്മിൽ ക്രിമിനൽ ഒത്തുകളിയുണ്ടെന്ന് പോലീസ് ആരോപിച്ചു. 2003-ൽ ജയലളിത സർക്കാരിന്റെ കാലത്ത് പോട്ട നിയമപ്രകാരം നക്കീരൻ ഗോപാലിനെ അറസ്റ്റ് ചെയ്തു. വീരപ്പനും തമിഴ് തീവ്രവാദ സംഘടനകൾക്കും ആയുധങ്ങളും വിവരങ്ങളും എത്തിച്ചു നൽകുന്ന ബിനാമി അല്ലെങ്കിൽ ഇടനിലക്കാരനായി ഗോപാൽ പ്രവർത്തിച്ചു എന്നതായിരുന്നു പോലീസിന്റെ പ്രധാന ചാർജ്. മാസങ്ങളോളം അദ്ദേഹം ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയും ചെയ്തു. എന്നാൽ പിന്നീട് കോടതി ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയാണ് ഉണ്ടായത്. 1988-ൽ ഗോപാൽ ആരംഭിച്ച നക്കീരൻ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മാഗസിനായിരുന്നു. 1993-ൽ നക്കീരന്റെ സേലം ഏരിയ റിപ്പോർട്ടറായ ശിവസുബ്രഹ്മണ്യനാണ് ജീവൻ പണയം വെച്ച് ആദ്യമായി കാട്ടിൽ കയറി വീരപ്പന്റെ താവളം കണ്ടെത്തുന്നത്. മാധ്യമങ്ങൾ തനിക്കെതിരെ വലിയ രീതിയിൽ നുണപ്രചാരണം നടത്തുന്നുവെന്ന് വിശ്വസിച്ചിരുന്ന വീരപ്പന് തൻ്റെ ഭാഗം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു മാധ്യമത്തെ ആവശ്യമായിരുന്നു. ശിവസുബ്രഹ്മണ്യൻ വഴി നക്കീരൻ ഗോപാൽ വീരപ്പനുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കുകയും പിന്നീട് കാട്ടിലെത്തി ചരിത്ര പ്രസിദ്ധമായ വീഡിയോ അഭിമുഖങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തു. അന്ന് ലക്ഷങ്ങൾ അടിച്ചിരുന്ന നക്കീരൻ മാസികയുടെ ക്രെഡിബിലിറ്റി പിന്നീട് ആരോപണങ്ങളുടെ പേരിൽ നഷ്ടമായി. നക്കീരൻ ഗോപാൽ എന്ന RR ഗോപാൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നിലവിൽ 67 വയസ്സുള്ള അദ്ദേഹം ഇപ്പോഴും ചെന്നൈയിൽ തൻ്റെ നക്കീരൻ പബ്ലിക്കേഷൻസിൻ്റെ ചീഫ് എഡിറ്ററായി സജീവമായി തുടരുകയാണ്. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ അദ്ദേഹം ഇപ്പോഴും തന്റെ നിലപാടുകൾ വ്യക്തമാക്കാറുണ്ട്. വീരപ്പന്റെ കാട്ടുജീവിതത്തെയും നക്കീരൻ നടത്തിയ അഭിമുഖങ്ങളെയും പശ്ചാത്തലമാക്കി ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ കൂസ് മുനിസ്വാമി വീരപ്പൻ എന്ന ജനപ്രിയ ഡോക്യുമെന്ററി സീരീസിലും ഗോപാൽ വിപുലമായി സംസാരിക്കുന്നുണ്ട്. സുകന്യയുടെ കേസ് വന്നപ്പോൾ സൺ ടിവിയുടെ പിടിലേക്കെല്ലാം ഇട്ട് തടിയുരുകയാണ് നക്കീരൻ ഗോപാൽ ചെയ്തത്. താൻ നൽകിയ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്യാനും ഒഴിവാക്കാനും സൺ ടിവിക്ക് പൂർണ്ണ അധികാരമുണ്ടെന്ന ഗോപാലിന്റെ വാദം കോടതി കണക്കിലെടുത്തു. ആകെ 9 മണിക്കൂർ നീണ്ട ദൃശ്യങ്ങളാണ് ചാനലിന് നൽകിയതെന്നും എന്നാൽ അതിൽ നിന്ന് 4 മണിക്കൂർ മാത്രമാണ് ചാനൽ സംപ്രേഷണം ചെയ്തതെന്നും ഗോപാൽ കോടതിയെ ബോധിപ്പിച്ചിരുന്നു. സംപ്രേഷണ കരാർ പ്രകാരം അഭിമുഖത്തിലെ ഏത് ഭാഗവും എഡിറ്റ് ചെയ്യാനുള്ള അൺറെസ്ട്രിക്റ്റഡ് റൈറ്റ് സൺ ടിവിക്ക് ഉണ്ടായിരുന്നുവെന്ന് ജസ്റ്റിസ് കെ കുമരേഷ് ബാബു വിധിയിൽ ചൂണ്ടിക്കാട്ടി. അതിനാൽ ഈ കേസിൽ നിന്ന് നക്കീരൻ തടിയൂരി. പക്ഷേ നേരത്തെ നഷ്ടപ്പെട്ട നക്കീരന്റെ വിശ്വാസ്യതയിലെ അവസാനത്തെ ആണിയായി ഈ കേസ് മാറി.